ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പറാട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. അതായത് കോളിഫ്ലവർ പറാട്ട, ഗോബി പറാട്ട എന്ന് പറയും. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ 2-3 ടൈപ്പ് പറാട്ടകൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഒരേ ടൈപ്പ് പറാട്ടകളോ അല്ലെങ്കിൽ ഒരേ ടൈപ്പ് ഡിന്നറൊക്കെ കഴിച്ച് മടുത്തിരിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒരു വെറൈറ്റി ആവാം അല്ലേ? ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, അതേസമയം നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കൂ കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിലായി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിച്ചാൽ നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള ഗോബി പറാട്ട തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഗോബി പറാത്ത, അതായത് കോളിഫ്ലവർ വെച്ചിട്ടുള്ള പറാത്ത ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന 1/2 കിലോ കോളിഫ്ലവർ ആണ്, അതായത് ഇടത്തരം കോളിഫ്ലവർ. ഇതിൽ നിന്ന് ഓരോ ഫ്ലവറേറ്റ്സും തിരിച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലോട്ട് കുറച്ച് നേരം ഇട്ട് വെക്കുക. അതിനുശേഷം നന്നായി വാഷ് ചെയ്തിട്ട് നമുക്കിത് മിക്സിയിലോ അല്ലെങ്കിൽ ചോപ്പറിലോ ഇട്ട് ചെറുതായിട്ടൊന്ന് കറക്കി എടുക്കുക. അതായത് നല്ല നൈസാക്കിയിട്ട് നമുക്ക് എടുക്കണം, ഒന്ന് നൈസായി പൊടിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ ചോപ്പറിലിട്ടിട്ടാണ് പൊടിക്കാൻ പോകുന്നത്. അതേസമയം നിങ്ങളുടെ അടുത്ത് ചോപ്പറില്ല, മിക്സി മാത്രമേ ഉള്ളൂ എങ്കിൽ അതിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പം ഞാനിതൊന്ന് ക്ലീൻ ചെയ്തിട്ട് മഞ്ഞൾ വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം ചോപ്പ് ചെയ്തിട്ട് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ കോളിഫ്ലവർ ഞാൻ വളരെ നൈസായിട്ട് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂട്ടത്തിൽ കൂടെ വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ കൂടെ ചേർക്കാം. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാം. പക്ഷെ ഞാൻ ഇന്നിപ്പോൾ പൊട്ടറ്റോ ഒന്നും ചേർക്കുന്നില്ല, കോളിഫ്ലവർ വെച്ച് മാത്രമാണ് പറാട്ട ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്കിത് മസാല റെഡിയാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കാം. അതിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ കേട്ടോ. മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു വലിയ സവാള വളരെ നൈസാക്കി അരിഞ്ഞത്. ഞാനിപ്പോൾ മടി കാരണം ചോപ്പറിൽ ഇട്ടിട്ടാണ് ചോപ്പ് ചെയ്തിരിക്കുന്നത്. വളരെ നൈസാക്കി അരിഞ്ഞാലും മതിയാകും. 4 അല്ലി വെളുത്തുള്ളി വളരെ നൈസാക്കി അരിഞ്ഞതാണ്. അതിന്റെ കൂട്ടത്തിൽ കൂടെ ഒരു 4 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ല ഗോൾഡ് കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ചിലവരിത് വഴറ്റാതെ ഉണ്ടാക്കാറുണ്ട്. ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷേ ഈ ടേസ്റ്റ് അതിന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതാണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ആലു പറാട്ട, അതുപോലെ തന്നെ ഓണിയൻ പറാട്ടയൊക്കെ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തൊരു വീഡിയോ കാണാൻ മറക്കരുത്. വളരെ ടേസ്റ്റിയാണ്, മാത്രമല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ സൈഡ് ഡിഷിന്റെ ആവശ്യമില്ല. ഇതിന്റെ കൂട്ടത്തിൽ കൂടെ നമുക്ക് തൈരും അതുപോലെ തന്നെ പിക്കിൾ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു സൈഡ് ഡിഷ് അന്വേഷിക്കേണ്ട ആവശ്യം വരില്ല. അതേപോലെ നല്ല ഫില്ലിങ്ങും ആണ്. നൈറ്റ് ഡിന്നർ ആയിട്ടും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ചായിട്ടും നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കോളിഫ്ലവർ വാങ്ങിക്കുമ്പോൾ സവാളയൊക്കെ ലൈറ്റ് ഒരു ഗോൾഡ് കളർ വന്നിട്ടുണ്ട്. നമുക്ക് തീ കുറയ്ക്കാം, ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. അതിനുശേഷം ഇതിലോട്ട് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 2 നുള്ള് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി അല്ല നോർമൽ മുളക് പൊടി ഇട്ടേക്കുന്നത്, ഗരം മസാല 1/2 ടീസ്പൂൺ, ഒരു 1/4 ടീസ്പൂൺ ജീരകം, നല്ല ജീരകത്തിന്റെ പൗഡർ. അത് നിർബന്ധമില്ല, ഓപ്ഷനിലാണ് കേട്ടോ. നമുക്ക് നന്നായിട്ട് ഈ പൊടികളെല്ലാം പച്ചമണം മാറുന്ന വരെ അങ്ങ് വാട്ടിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിൽ ഇളക്കി കൊടുക്കണം. എങ്കിൽ മാത്രമാണ് ആ പച്ചവാസന മാറുള്ളൂ. ഇതിൽ നമ്മൾ തക്കാളി ഒന്നും ചേർക്കുന്നില്ല. പിന്നെ ആംചൂർ പൗഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ പുളി ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു ഇച്ചിരി ലെമൺ ജ്യൂസ് ഇതിന്റെ മേലെ കൂടെ മസാല ഉണ്ടാക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മിക്സ് ചെയ്താലും മതിയാവും. തക്കാളി ചേർക്കാൻ പാടില്ല. തക്കാളി ചേർത്ത് കഴിഞ്ഞ് ഇതാകെ കുഴഞ്ഞു പോവുകയെ. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ തക്കാളി ചേർക്കാത്തത് കേട്ടോ. അപ്പൊ അതിന്റെ പച്ചമുളക് മാറിയിട്ടുണ്ട്. 2-3 മിനിറ്റോളം ഞാൻ ചെറിയ തീയിൽ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കവർ ചെയ്തിട്ട് കുക്ക് ചെയ്യാം. സ്റ്റിക്ക് അല്ലാത്ത പാത്രത്തിൽ നമ്മൾ ചീനച്ചട്ടിയിലൊക്കെ വെച്ച് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അല്പം വെള്ളം തെളിച്ചു കൊടുത്തോളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഇതിൽ എന്തായാലും വെള്ളം ചേർക്കുന്നില്ല. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും മസാല എത്തിയെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ട് എന്തെങ്കിലും കുറവ് പോലെ തോന്നുകയാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പെപ്പർ പൗഡർ ഇട്ട് കൊടുത്താലും മതിയാകും. ഇങ്ങനെ കാണുമ്പോൾ ഒരുപാടുണ്ടാവും, പക്ഷെ ഒരുപാട് തോന്നുന്നുണ്ട് അല്ലേ? പക്ഷെ ഇത് നമ്മൾ കുക്ക് ചെയ്ത് വരുമ്പോൾ ഇതിന്റെ അളവ് നല്ലോണം അങ്ങ് കുറയും. ഇതിപ്പോൾ ഒരു തോരൻ പോലെ ഇങ്ങനെ ഉപയോഗിച്ച് തോരൻ പോലെ ആക്കാം കേട്ടോ. അങ്ങനെയും ചെയ്യാം, കീമ പോലെ ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പൊ തൽക്കാലം നമുക്ക് പറാട്ട ഉണ്ടാക്കണ കാരണം ആ രീതിയിൽ ചെയ്യാം. നമുക്ക് അടച്ചു വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഞാനിപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത്. ലോ ഫ്ലെയിമിൽ നിന്ന് മാറ്റി മീഡിയത്തിലോട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന് നന്നായിട്ട് കുക്ക് ആവട്ടെ. ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇടയ്ക്ക് തുറന്ന് ഇളക്കി നോക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഓവറായിട്ട് അങ്ങ് വെന്ത് ഉടഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ വെള്ളം തെളിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിന്റെ ടേസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കണേ. ഒന്ന് വന്നിട്ട് ഇതൊന്ന് വരട്ടിയെടുക്കാം. അതായത് വെള്ളം കംപ്ലീറ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ പൊട്ടറ്റോ വേണമെന്നുണ്ടെങ്കിൽ പൊട്ടറ്റോ സെപ്പറേറ്റ് ആയിട്ട് കുക്ക് ചെയ്യുക. അതിനുശേഷം നന്നായി ഉടച്ചിട്ട് ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചേർക്കുകയാണെങ്കിൽ ഇതിൽ കുറച്ചും കൂടെ മസാലപ്പൊടികളും ഒക്കെ ചേർക്കേണ്ടതായിട്ട് വരും. ഞാൻ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇതിൽ കൂടുതൽ പച്ചമുളകിന്റെ എരിവാണ് കേട്ടോ. നല്ല എരിവുണ്ട്. നല്ല എരിവുള്ള പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. എനിക്കെല്ലാം പെർഫെക്റ്റ് ആണ്.
കുറച്ചും കൂടി വേണമെങ്കിൽ ഗരം മസാല ചേർക്കാം, വേറെ ഒന്നും വേണ്ട. സൂപ്പറായിട്ട് വേണം, അടിപൊളി എരിവുണ്ട് കേട്ടോ, നല്ല അടിപൊളി നല്ല ചൊടിയുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു അല്പം കൂടെ ഗരം മസാല ചേർത്ത് കൊടുത്ത് ഒന്ന് വരട്ടിയെടുക്കാം. പിന്നെ അവസാനമായിട്ട് എനിക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് മല്ലിയുടെ ഇലയാണ്. മല്ലിയുടെ ഇല ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കറിവേപ്പില ചേർത്താലും മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിനയില ചേർക്കാം. അതൊക്കെ പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ഒരു ഇതിലെന്തൊക്കെ മാറ്റം വരുത്തണമെന്ന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് മാറ്റം വരുത്തണം കേട്ടോ. ഞാനിങ്ങനെ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഐഡിയ ആണ് നിങ്ങൾക്ക് തരുന്നത്. മാത്രമല്ല ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇത്രയും മുളക് പൊടിയോ അല്ലെങ്കിൽ പച്ചമുളക് ഇടാൻ പാടില്ല, അവർക്ക് കഴിക്കാൻ പറ്റില്ല. അതൊക്കെ അമ്മമാർ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ അവസാനമായിട്ട് എനിക്ക് കുറച്ച് മല്ലിയുടെ ഇല ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഓഫ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ച് വെക്കാം. അതായത് ചപ്പാത്തി മാവ് കുഴച്ച് റെഡിയാക്കി വെക്കാം. ചപ്പാത്തി മാവ് ഇങ്ങനെ പറാട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി സോഫ്റ്റ് ആയിട്ട് കുഴക്കണം. ഇച്ചിരി ഹാർഡായി കഴിഞ്ഞാൽ ഇത് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെറിയ നമ്മൾ സാധാരണ എൻ്റെ ചപ്പാത്തി വീഡിയോ കണ്ടാൽ മതി, അല്ലെങ്കിൽ ആലു പൊറാട്ടയുടെ വീഡിയോ, നമ്മുടെ ഓണിയൻ പൊറാട്ടയുടെ വീഡിയോയിലൊക്കെ എങ്ങനെയാണ് ചപ്പാത്തി കുഴക്കുന്നതെന്ന് കൂടെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ തരാം കേട്ടോ. ഓക്കെ, ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ മസാല ചൂടാറാൻ വേണ്ടി വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കടായിൽ തന്നെ ഇരിക്കുമ്പോൾ ചൂടാറാൻ കുറേ സമയം എടുക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് ഇത് പറാട്ട പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ആട്ട കുഴച്ച് വെച്ചിട്ടുണ്ട്. എപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മൾ ഈ പറാട്ടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കുഴയ്ക്കുമ്പോൾ ഇതുപോലെ സോഫ്റ്റ് ആയിരിക്കണം. അത് 20 മിനിറ്റ് അടച്ചു വെച്ചപ്പോഴേക്കും ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് പൊട്ടാതെ ഈ പറാട്ട ആക്കിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇച്ചിരി അത്യാവശ്യം വലിയ ഉരുളകളാക്കി ഉരുട്ടി ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് റെഡിയാക്കി വയ്ക്കാം. ഓക്കെ, അപ്പോൾ പറാട്ട ആകുമ്പോൾ നമ്മൾ ചപ്പാത്തിനേക്കാളും കുറച്ച് വലിയ സൈസിലാണ് ഉരുളകളാക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് കേട്ടോ, കാരണം ചെറിയ പറാട്ട ഉണ്ടാക്കാം, നമുക്ക് വലിയ പറാട്ട ഉണ്ടാക്കാം, അത് ഡിപ്പെൻസ്. ഞാൻ ഇപ്പോൾ ഈ ഒരു സൈസിലാണ് ഉരുളകൾ ഉരുട്ടുന്നത്. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഒരു 7 പറാട്ടയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ പറാട്ടയൊക്കെ നമുക്ക് ചൂടോടുകൂടി കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു ഉരുള നമുക്ക് എടുക്കാം, ബാക്കിയുള്ളത് നമുക്ക് അടച്ചു വെക്കണം കേട്ടോ. അതിനുശേഷം ഉരുള ഗോതമ്പ് പൊടിയിലൊന്ന് മുക്കുക, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ റോൾ ചെയ്യുന്ന ഈ പലകയിൽ കുറച്ച് പൊടിയൊന്ന് തൂക്കി കൊടുക്കാം. ഓവറായിട്ട് പൊടി തൂക്കാൻ പാടില്ല, ലൈറ്റായിട്ട് മാത്രം ഒന്ന് തൂക്കി കൊടുക്കാം. ഇതിനെ ജസ്റ്റ് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതാണ്, പിന്നെ നല്ല ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതാണ്. ഓക്കെ, ഇനി അതിലോട്ട് നമുക്ക് ഫില്ലിങ് വെക്കാം. ഫില്ലിംഗ് എന്ന് പറയുമ്പോൾ ഓവറായിട്ട് വെക്കണ്ട, നമുക്ക് ആദ്യം 1 ടേബിൾ സ്പൂൺ വെച്ച് നോക്കാം. ഇച്ചിരി കൂടെ 1.5 ടേബിൾ സ്പൂൺ വീതം വെക്കാം. ഒട്ടും ഇല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവില്ല, ഓവറായി കഴിഞ്ഞാൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിതിൽ 1.5 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മണി ബാഗ് പോലെ ആക്കിയെടുക്കണം. ഈ സൈഡിൽ നിന്ന് നടുവിലോട്ട് കൊണ്ടുവരാം. നന്നായിട്ടൊന്ന് താഴോട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരു മണി ബാഗ് പോലെ ആയല്ലോ. അതിനുശേഷം നമുക്കൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നിന്നൊക്കെ എടുക്കുന്ന എക്സസ് മാവ് നമ്മൾ ആ പാത്രത്തിൽ വെച്ചിട്ട് അടച്ചു വെക്കാം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ കൊണ്ടുവന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ അവിടെ ബാക്ക് ഭാഗം ക്ലോസ് ആയി വരും, ഇതുപോലെ വരും. ഇത് നമുക്ക് ഇതേപോലെ എല്ലാം ഫില്ല് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ അറേഞ്ച് ചെയ്യാം. ഇതേപോലെ നമുക്ക് എല്ലാം ഫില്ല് ചെയ്തിട്ട് ഈ പാത്രത്തിൽ വെക്കാം. അപ്പോൾ ഞാൻ ഇതാ എല്ലാം ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് ആദ്യം ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ക്രമത്തിൽ തന്നെ തുടങ്ങാം, കാരണം ഇരിക്കും തോറും കുറച്ചും കൂടെ നന്നായിട്ട് വരും. പിന്നെ നമുക്ക് 7 ഉരുട്ടിയപ്പോൾ ഉണ്ടായിരുന്നത്, പക്ഷെ ഞാൻ ഫില്ല് ചെയ്ത് വന്നപ്പോൾ കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നില്ല. അതെല്ലാം കൂടി കൂട്ടിയിട്ട് എക്സ്ട്രാ ഒരെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മൊത്തം 8 എണ്ണമാണ് ഈ ഫില്ലിങ്ങിൽ നിന്നും 2 ഗ്ലാസ് മാവിൽ നിന്നും കിട്ടിയിരിക്കുന്നത് കേട്ടോ. അതായത് ഒരു 3-4 പേർക്ക് കഴിക്കാൻ പറ്റുന്ന പൊറോട്ട 2 വീതം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 3 പേർക്ക്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് പരത്താം. അപ്പോൾ ഞാൻ കുറച്ച് ആട്ട ഇവിടെ തൂക്കി കൊടുത്തിട്ടുണ്ട്, ഒരുപാട് വേണ്ട. നമുക്കിനി ഇതിനെ പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ ഓവറായിട്ട് ഇങ്ങനെ ബലം പ്രയോഗിക്കേണ്ട, പതുക്കെ നമുക്ക് മെതുവായിട്ട് അങ്ങ് പരത്തിയെടുക്കാം. ഇപ്പം നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഉരുളകൾ അടച്ചു വെക്കണേ. ഞാൻ ഓവറായിട്ട് തിന്നാക്കുന്നില്ല, കട്ടിയിലാണ് പരത്തുന്നത്, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടല്ലോ. ഓവറായി തിന്നായി കഴിഞ്ഞാൽ ടേസ്റ്റ് കുറയും. അപ്പോൾ നമുക്കിതുപോലെ കട്ടിയിൽ ഓരോന്നും പരത്തിയെടുക്കാം. ഒരു തവ ചൂടാക്കാൻ വേണ്ടി അടുപ്പത്ത് വെക്കുക. മീഡിയം ചൂടായിരിക്കുന്ന തവയിലോട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടാവുന്ന സമയത്ത് തിരിച്ചിടണം. എന്നിട്ട് നമുക്ക് ഇതിന് മുകളിൽ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ സൈഡിലും കുറച്ച് ബട്ടർ തടവി കൊടുക്കാം.
ബട്ടർ അല്ലെങ്കിൽ അതുപോലെ ഓയിൽ അല്ലെങ്കിൽ ഗീ. ഇതുപോലെ ചെറുതായിട്ട് വീർത്ത് വരും. നമുക്ക് ഈ ഒരു കളർ വരുന്ന സമയത്ത് നമുക്കങ്ങ് എടുക്കാം. ഇതുപോലെ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പരാട്ട ഞാൻ ഫോട്ടോ എല്ലാം എടുത്തു. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഉൾവശം. അപ്പോൾ നമ്മുടെ ആലു പൊറോട്ട ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ പോക്കറ്റ്സ് പോലെ ഉണ്ടാവും. അപ്പോൾ സൂപ്പർ ടേസ്റ്റിയാണ്. വല്ലപ്പോഴൊക്കെ ഇതുപോലെ ഒരു ചേഞ്ച് ആയിട്ട് കോളിഫ്ലവർ വെച്ചിട്ട് പൊറോട്ടയൊക്കെ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ സാലഡ്, പിന്നെ നമ്മുടെ പിക്കിള്, ലെമൺ ഡേറ്റ്സ് പിക്കിള്, ലെമൺ വേണമെങ്കിൽ പിഴിഞ്ഞൊഴിക്കാൻ വേണ്ടിയിട്ട് തൈരും ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. കറി ഉണ്ടെങ്കിൽ നല്ലത്, പക്ഷെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ ഇതുപോലെ പൊറാട്ട ഉണ്ടാക്കുമ്പോൾ ഞാൻ കറികളൊന്നും ഉണ്ടാക്കാറില്ല. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ എന്താ പറയുക, ഫുള്ളാവുകയും ചെയ്യും വയറ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ പൊറാട്ടകൾ ഇടയ്ക്ക് ഉണ്ടാക്കി കഴിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എല്ലാവരും ഷെയർ ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്